അസ്സലാമലൈക്കും. ഭീഷണി, പരദൂഷണം തുടങ്ങിയ തിന്മകളിൽ നിന്ന് നാവാക്കലും പാലിക്കണം. ആരെയും വേദനിപ്പിക്കാതെ എല്ലുകളില്ലാത്ത ഈ അവയവത്തെ ഉപയോഗിക്കണം എന്നർത്ഥം. അനാവശ്യ സംസാരങ്ങളിലൂടെ നമ്മുടെ ആയുസ്സും വിലപിടിച്ച സമയവുമാണ് നാം നഷ്ടപ്പെടുത്തുന്നതെന്ന് ഓർക്കണം. ആ സമയങ്ങൾ കൂടി അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദിക്റുകളും വിർത്തുകളും ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. നിധികൾ ശേഖരിക്കാനുള്ള സമയങ്ങൾ ഉപയോഗശൂന്യമായ വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതത്ര വലിയ വിവരക്കേടാണ്. അനുവദനീയമായ അനാവശ്യ സംസാരങ്ങൾക്ക് വേണ്ടി അമൂല്യമായ നിമിഷങ്ങളിൽ ഒരിക്കലും തന്നെ നഷ്ടപ്പെടുത്തരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാവശ്യ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ പെട്ടതാണ്. ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വഴി കാണിക്കുന്നത്. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ഒരു യോദ്ധാവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാവ് ഉറക്കെ പറയുകയാണ്, മകനെ സന്തോഷിക്കുക, നീ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇയാൾ സ്വർഗത്തിലാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇദ്ദേഹം അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നവനാണെങ്കിലോ? ഷഹീദായ ഒരു സ്വഹാബി വര്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ അഭിപ്രായ പ്രകടനമാണിത്. ഇതുപോലെ ഒരുപാട് അവസരങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നിന്നിട്ടുണ്ട്. നാം നമ്മെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ നാവിനെ നാം എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന്? ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, അബൂദർ, വളരെ നിസ്സാരവും എന്നാൽ മീസാനിൽ ഏറെ കനം തൂങ്ങുന്നതുമായ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? അബൂദർ പറഞ്ഞു, അതെ പ്രവാചകരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചു, മൗനം പാലിക്കുകയും സൽസ്വഭാവം കാത്തു സൂക്ഷിക്കുകയും നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുക. മഹാനായ ഒരു സൂഫി വര്യർ ഒരിക്കൽ പറഞ്ഞു, 20 വർഷത്തോളമായി ഒരു കാര്യം ഒഴിവാക്കാനായി ഞാൻ പാടുപെടുകയാണ്. പക്ഷെ എനിക്കതിന് സാധിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ ജീവിതാന്ത്യം വരെ ഞാൻ അതിനായി പരിശ്രമിക്കുന്നതാണ്. ശിഷ്യൻ ചോദിച്ചു, എന്താണത്? അദ്ദേഹം പറഞ്ഞു, അനാവശ്യ സംസാരങ്ങളാണത്. അനാവശ്യ സംസാരങ്ങളും ചോദ്യങ്ങളും കാരണം അഹങ്കാരവും പൊങ്ങച്ചവും കടന്നുകൂടും. ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് ചോദ്യകർത്താവിൻ്റെയും ഉത്തരം പറയുന്നവൻ്റെയും സമയങ്ങൾ വെറുതെ നഷ്ടപ്പെടുകയാണ്. ബനു ഇസ്രായേലരുടെ ഏറ്റവും വലിയ സ്വഭാവദൂഷ്യമായി ഖുർആൻ പഠിപ്പിച്ചത് അവരുടെ അനാവശ്യമായ ചോദ്യങ്ങളാണ്. ഈ വസ്തുത ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണത്തിലൂടെ വളരെ സാരമായി വിവരിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റൊരാളോട് നീ നോമ്പുകാരനാണോ എന്ന് വെറുതെ ചോദിക്കുന്നു. അയാൾ ഒന്നെങ്കിൽ അതെ എന്ന് മറുപടി പറയും. ആ സമയം താൻ ഒരു നോമ്പുകാരനാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞു എന്ന അഹങ്കാരം അവൻ്റെ മനസ്സിൽ കടന്നു വരാനിടയുണ്ട്. അതിന് കാരണമായത് നിന്റെ അനാവശ്യ ചോദ്യമാണ്. എന്നാൽ അഹംഭാവം ഒഴിവാക്കാൻ വേണ്ടിയില്ല എന്നാണ് അവൻ മറുപടി പറഞ്ഞതെങ്കിൽ അവൻ കളവ് പറയുന്നവനാകുകയും ചെയ്യുന്നു. ഇനി ഒന്നും പ്രതികരിച്ചില്ലെങ്കിൽ നിന്നെ അവൻ നിസ്സാരനാക്കിയെന്ന് നിനക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം സംഭവിച്ചത് അനാവശ്യമായ ഒരു ചോദ്യത്തിൽ നിന്നാണ്. അതിനാൽ ഇത്തരം ചോദ്യങ്ങൾ പൂർണ്ണമായി നാം ഉപേക്ഷിക്കേണ്ടതാണ്. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഉപേക്ഷിക്കുന്നവനും സമ്പത്തിൽ നിന്ന് ബാക്കിയുള്ളത് സ്വതക ചെയ്യുന്നവനും സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരുപാട് സംസാരിക്കുന്നവൻ ഒരുപാട് കളവ് പറയും. ധാനാഢ്യൻ ധാരാളം തിന്മകൾക്ക് അടിമപ്പെടുകയും ചെയ്യും. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. മനുഷ്യനെ 2 വസ്തുക്കൾ നശിപ്പിക്കുന്നു, അനാവശ്യ സംസാരവും അനാവശ്യ സമ്പത്തുമാണത്. മഹാന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് അനാവശ്യ സംസാരങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ.